ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് സൂചനകൾ. സെപ്റ്റംബർ 12-13 തീയതികളിലായിരിക്കും സന്ദർശനം. 2020 ഗൽവാൻ സംഘർഷത്തിനു ശേഷം ഉഭയകക്ഷി ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമായിരിക്കും ഇത്. 2013 മുതൽ ചൈനീസ് പ്രസിഡന്റായി തുടരുന്ന ഷീ ജിൻപിങ് ഇതിനകം 3 തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. നിയന്ത്രണ രേഖയിലെ ഏറ്റുമുട്ടൽ ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2019 ഒക്ടോബറിലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. സെപ്റ്റംബറിലെ സന്ദർശനം നടന്നാൽ ഏതാണ്ട് 6 വർഷത്തിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഷിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയും ചൈനയും നയതന്ത്ര ചർച്ചകൾ ശക്തമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഉന്നതതല ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈന സന്ദർശിച്ചേക്കും. അതിർത്തി വിഷയങ്ങളിലെ കൂടിയാലോചനകൾക്കായുള്ള യോഗങ്ങളും വരും ആഴ്ചകളിൽ ഉണ്ടായേക്കും. തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി വിഷയങ്ങളിലെ പ്രത്യേക പ്രതിനിധികളും ചർച്ചകൾ നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിർത്തികൾ ശാന്തമാണ്, സമാധാനം നിലനിൽക്കുന്നു, ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതിയുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. റഷ്യയിലെ കസാനിൽ കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഇതുവരെ നടന്ന ചർച്ചകൾ ഇരു രാജ്യത്തിനും പ്രയോജനകരമാണ്. ഇരു രാജ്യവും തന്ത്രപരമായ ആശയവിനിമയം വഴി പരസ്പര വിശ്വാസം കൂട്ടണമെന്നും അതിർത്തി പ്രശ്നം പരിഹരിക്കണമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. മോദിയുടെ സന്ദർശനത്തിന് ചൈന വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ബ്രഹ്മപുത്ര നദിയിൽ ചൈന നടത്തുന്ന വലിയ അണക്കെട്ടു നിർമ്മാണം ഇന്ത്യ ഉന്നയിച്ചിരുന്നു. നദിയുടെ താഴ്ഭാഗത്തെ തീരങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഇന്ത്യ ചൈന ബന്ധത്തെ പലപ്പോഴും മുൾമുനയിൽ നിർത്തിയത് അതിർത്തി തർക്കങ്ങളായിരുന്നു. പതിറ്റാണ്ടുകളായി തുടർന്ന ഈ അതിർത്തി തർക്കം ഇരു രാജ്യങ്ങളും അവസാനിപ്പിക്കുകയായിരുന്നു. അതിർത്തിയിൽ സമാധാനം നിലനിർത്തുക, വ്യാപാര ബന്ധം സ്ഥാപിക്കുക, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, നേരിട്ടുള്ള വിമാനബന്ധം എത്രയും വേഗം പുനരാരംഭിക്കുക എന്നിവ ഉൾപ്പെടുന്ന സ്ഥിരവും സഹകരണപരവും ഭാവിയിലേക്കുള്ളതുമായ നയതന്ത്ര ബന്ധം എന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാനബന്ധം എത്രയും വേഗം പുനരാരംഭിക്കാനും ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകൾക്കും മാധ്യമങ്ങൾക്കും മറ്റ് സന്ദർശകർക്കും വിസ സൗകര്യം ഒരുക്കുന്നത് എളുപ്പത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. നയതന്ത്ര പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിൽ പരസ്പരം പിന്തുണയ്ക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയെ പിന്തുണയ്ക്കാനും ചൈന തീരുമാനിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അമേരിക്കയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് കരുതുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമിത തീരുവ ചുമത്താനുള്ള അമേരിക്കൻ നീക്കം ശരിയല്ലെന്നും അമേരിക്കയുടെ അന്യായ നീക്കത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ചൈന അടിയുറച്ചു നിൽക്കുമെന്നും വിവരങ്ങളുണ്ട്. നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വർഷം ഇന്ത്യ ചൈന ബന്ധം വീണ്ടും ഊഷ്മളമാകുമ്പോൾ അതിനെ പ്രതീക്ഷയോടെയാണ് ഏഷ്യൻ രാജ്യങ്ങൾ കാണുന്നത്. മനുഷ്യവിഭവശേഷിയിൽ ലോകത്തെ 1ഉം 2ഉം സ്ഥാനത്തുള്ള 2 രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അത് മേഖലയിൽ കൊണ്ടുവരുന്ന സാമ്പത്തിക നേട്ടം വളരെ വലുതായിരിക്കും, ഒപ്പം സമാധാനവും. എന്നാൽ മറുഭാഗത്ത് US ഈ നീക്കത്തെ ഏതു രീതിയിലായിരിക്കും സ്വീകരിക്കുകയെന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര നയങ്ങളുടെ പരിണിത ഫലം ഇന്ത്യ ചൈന കൂട്ടുകെട്ടായിരിക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. ഇതോടെ വൻ ശക്തികളാകാൻ കുതിക്കുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമേൽ ഏർപ്പെടുത്തിയ താരിഫ് പിൻവലിക്കാൻ ട്രംപ് നിർബന്ധിതനായാൽ അത് ലോക സാമ്പത്തിക ക്രമത്തിൽ പുതിയ ചരിത്രമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.